അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് വളരെ വേഗത്തിലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കുക്കർ അടുപ്പിൽ വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട ചെറുതായിട്ട് മുറിച്ചത്, 5 ഏലക്ക, 4 ഗ്രാമ്പൂ ഇത്രയും കൂടെ ഇടുക. ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 4 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 4 വലിയ സവാള ചെറുതായിട്ട് മുറിച്ചത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചച്ചവ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 5 പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, 2ആയിട്ട് അരിഞ്ഞത്, ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിൻ്റെ തീ അല്പം കുറച്ച് വെച്ചിട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പൊടിയുടെ എല്ലാം പച്ചച്ചവ മാറിയതിന് ശേഷം നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 കിലോ ബീഫ് ക്ലീൻ ചെയ്ത് വെച്ചതെടുക്കാം. ഇതിൽ കുറച്ച് എല്ലും കൂടെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 200 ml വെള്ളം ഒഴിച്ചിട്ടുണ്ട് ബീഫ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. 7 വിസിൽ വരുന്നവരെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.